സ്കോക്ക് പരം സുന്ദരി ഡയറക്ടർ തുഷാർ ജലോട്ട. ഇത് ഒരു റോംകോം പടമാണ്. കഥാനായകൻ പറം എന്ന കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് സിദ്ധാർത്ഥ് മൽഹോത്ര, കിയാരയുടെ ഭർത്താവ്. ഈ കഥാപാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയിൽ സുന്ദരി ജാൻവിയുടെ കഥാപാത്രം വിളിക്കുന്നത് എടുത്തു പറയുകയാണെങ്കിൽ, കടെടുത്ത് പറയുകയാണെങ്കിൽ മണ്ണുണ്ണി കഥാപാത്രം, ഒരു നിർഗുണേഷ് പുള്ളി. അത് ടിപ്പിക്കലി പുള്ളി അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മുടെ ചില നടിമാരെ കെട്ടാൻ അമേരിക്കയിൽ നിന്ന് വരുന്ന ചില NRIs ഒക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു കൈൻഡ് ഓഫ് അങ്ങനെ ഒരു കഥാപാത്രം. ഇദ്ദേഹം ഭയങ്കര കോടീശ്വരനാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഭയങ്കര കോടീശ്വരനാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും മകൻ കോടീശ്വരനാവുമല്ലോ. അപ്പോൾ പുള്ളി ഒരു ഡേറ്റിംഗ് ആപ്പ് അത് ഡെവലപ്പ് ചെയ്തിട്ട് അത് പരീക്ഷിക്കാൻ വേണ്ടി നടക്കുക. അപ്പോൾ ഇത് സോൾമേറ്റ് എന്ന് പറയുന്ന ആപ്പാണ്, ഫൈൻഡ് മൈ സോൾമേറ്റ്. എങ്ങനെ ഇദ്ദേഹം ഈ മണ്ണുണ്ണി ഈ ഡേറ്റിംഗ് ആപ്പ് വഴി ഒരാളെ കണ്ടുമുട്ടുന്നു. അതാണ് നമ്മുടെ തെക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പിള്ളൈ ജാൻവി ചെയ്ത കഥാപാത്രം. അവർ കഥാപാത്രം മലയാളിയാണ്, ആലപ്പുഴയാണ്. അതാണ് ഇതിൻ്റെ ഒരു സിനാരിയോ സെറ്റിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിക്കുകാരൻ ഫ്രണ്ടിനെയും കൂട്ടിയിട്ട് ഈ നമ്മുടെ മണ്ണുണ്ണി ഫ്ലൈറ്റിൽ കയറി വരുക. അപ്പോൾ ഓൾറെഡി എല്ലാവരും ഭയങ്കര പ്രജുഡിസാണ് കേരളത്തെക്കുറിച്ച്. ആ ഒരു പ്രജുഡിസ് വെച്ച് എഴുതിയിട്ടുള്ള ഒരു സിനിമയാണ്. അതുകൊണ്ട് തന്നെ ജനറലൈസ് ചെയ്യപ്പെടുന്ന വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള കുറേ കാഴ്ചപ്പാടുകൾ, കുറേ മുൻവിധികൾ, അങ്ങനെ കേട്ടുകേൾവിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര പൊട്ടത്തരാണെന്ന് ഈ സിനിമ കണ്ട മനസ്സിലായി. ഇപ്പോൾ കേരള സ്റ്റോറിയിലൊക്കെ എന്താണ് അവർ പൊളിറ്റിക്കലി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് നമുക്കറിയുന്നതാണ്. മറ്റേ ഇതേ ഒരു കഥാപാത്രം ഉണ്ടായിരുന്നല്ലോ, ശാലിനി ഉണ്ണികൃഷ്ണൻ. അതിൻ്റെ വേറെ വേർഷനാണ്. പക്ഷേ ഇത് റോംകോം ആയതുകൊണ്ട് അങ്ങനെ റൊമാൻസും കോമഡി പരിപാടിയൊക്കെ ആയിട്ട് പോണ് എന്ന് മാത്രം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ആലപ്പുഴയുടെ ഒരു മനോഹാരിത, ബാക്ക് വാട്ടർ ബോഡീസ്, അതുപോലെ തന്നെ അറിയാലോ, അത് ഭയങ്കര നല്ല രീതിക്ക് ഇവർ ചിത്രീകരിച്ചിട്ടുണ്ട്. കാരണം ബജറ്റ് ഉണ്ട്, പിന്നെ നല്ല സിനിമാറ്റോഗ്രാഫി കഴിഞ്ഞാലും എഡിറ്റിങ്, കളറിങ്ങും, ഗ്രേഡിങ്ങും പരിപാടികൾ ചെയ്തിട്ട്, അതായത് നമുക്കിത് അത്ര ഫ്രഷായി തോന്നൂല. പക്ഷേ വേറെ ഒരു നാട്ടുകാരാണ്, പ്രത്യേകിച്ച് നോർത്ത് ഈസ്റ്റും അതുപോലെ തന്നെ മറ്റു ആളുകൾ ഇത് കാണുന്ന സമയത്ത് ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. കാരണം അങ്ങനെയുള്ള നമ്മുടെ ഒരു ജോഗ്രഫിക്കലായിട്ടുള്ള ഒരു ടെറൈൻ അങ്ങനെയാണല്ലോ. അപ്പോൾ അത് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് വൺ ഓഫ് ദ പറയാനില്ല, ഒരു പോസിറ്റീവ് കാര്യം എന്ന് പറയാനുള്ളത്, അല്ലെങ്കിൽ ഏക പോസിറ്റീവ് കാര്യം എന്ന് പറയാനുള്ളത്, ഈ ഒരു ബ്യൂട്ടി ഓഫ് കേരള നമുക്ക് ബിഗ് സ്ക്രീനിൽ നല്ല രീതിക്ക് കാണാൻ പറ്റും ഈ സിനിമയിൽ. ഫ്ലൈറ്റിലാണ് പറവും അതുപോലെ തന്നെ മണ്ണുണ്ണിയും സിക്കുകാരൻ ഫ്രണ്ടും കൂടെ നാട്ടിലേക്ക് വരുന്നത്. ഫ്ലൈറ്റിൽ വെച്ചിട്ട് ഒരാളെ കാണുമ്പോഴും മലയാളിയാണ് തെറ്റിദ്ധരിക്കുക, അഗെയിൻ പ്രജുഡിസ്. കാരണം മലയാളികളുടെ ലുക്ക് ഇങ്ങനെയാണെന്ന് ആളുകൾ പുറത്ത് കൺസീവ് ചെയ്ത് വെച്ച് കാണുമല്ലോ, പ്രത്യേകിച്ചും ഈ ദ്രാവിഡിയൻസ്, സൗത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ, പഴയ മദ്രാസി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ തെറ്റിദ്ധരിച്ചിട്ട് ഈ സിക്കുകാരെ സംസാരിച്ചിട്ട് അബദ്ധപ്പെടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ തന്നെ അവർ മലയാളം എങ്ങനെയാണ് സംസാരിച്ചിട്ട്, കാരണം അവർ മലയാളീസ് അല്ല. എന്നിട്ടും പറയുന്നുണ്ട് കണ്ടത്തിൽ സന്തോഷം എന്ന് പറഞ്ഞിട്ട് നാട്ടിലെത്തിയപ്പോഴും അവിടെ നമ്മളെ രാജൻ ആരാണ്? ടാക്സി ഡ്രൈവർ രാജേട്ടൻ്റെ ടാക്സിയിൽ കയറ്റി രാജേട്ടൻ രാവിലെ തന്നെ കള്ളു കുടിക്കുക. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പരിപാടി. കേരളത്തിലുള്ള ആളുകൾ ഇവിടെ തെങ്ങുണ്ടല്ലോ, അപ്പോൾ ഇഷ്ടംപോലെ കള്ളുണ്ട്, തേങ്ങയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ടാക്സി ഡ്രൈവർമാരൊക്കെ രാവിലെ തന്നെ കള്ളു കുടിക്കും. ഇവിടെ ആരാ കള്ളു കുടിക്കുന്നത്? ഇപ്പോൾ കള്ള് ഷാപ്പിൽ വ്ളോഗർമാർ മാത്രമേ പോകുന്നുള്ളൂ, പിന്നെ പഴയ ജനറേഷനിലുള്ള ആളുകളും. അല്ലാതെ കള്ള് ഷാപ്പിൽ ആരും പോലും. പിന്നെ കള്ള് ഷാപ്പിൽ ഫുഡ് അടിക്കാൻ പോകുന്നുണ്ട്. കള്ള് ഷാപ്പിൽ തന്നെ ഇപ്പോൾ മെയിനായിട്ട് ഫുഡാണ് മെയിൻ ഫോക്കസ്, കാരണം കള്ളല്ല. അപ്പോൾ പക്ഷേ ഇത് ഇങ്ങനെയാണ് ഈ സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. അതായത് രാജേട്ടൻ രാവിലെ തന്നെ കള്ള് കുടിച്ച്, ഈ സിനിമയിൽ ഉടനീളം ഈ പറവും കുറേ കള്ളൊക്കെ കുടിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ പല സീൻസിൽ ഇങ്ങനെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കുക. അത് കഞ്ഞിവെള്ളം കുടിക്കുമ്പോഴൊക്കെ കള്ളു കുടിച്ചുകൊണ്ടിരിക്കും. ഇത് ആരെ കേരളത്തിൽ ഇങ്ങനെ കള്ളു കുടിക്കുന്നത്? ഒരുപാട് മലയാള നടന്മാർ ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആനന്ദ് മന്മഥനൊക്കെ തുടക്കത്തിൽ കണ്ട് സത്തെത്തു എന്നൊക്കെ പറയുന്നുണ്ട്. ആനന്ദ് മന്മഥൻ പുള്ളിക്ക് കുറേ സീൻസ് ഉണ്ടായിരുന്നു ആനന്ദ് മന്മഥന്. അങ്ങനെ ഈ തെക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പിള്ളൈ റിസോർട്ട് എന്ന് നടത്തുക. അപ്പോൾ ഇവരവിടെ വന്നിട്ട്, അപ്പോൾ ഇത് മലയാളിയാണേ, ഓർക്കണം. ഇത് ജാൻവിയുടെ കഥാപാത്രം 100% മലയാളിയാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് ജാൻവി വാ തുറന്നിട്ട് പറയുന്ന ആദ്യത്തെ ഡയലോഗ്, നിങ്ങൾ എന്തിനാ വന്നേ? അവിടുന്ന് തുടങ്ങിയിട്ട് അവിടെ ആരംഭിക്കുക മലങ്കൾട്ട്. നിങ്ങൾ ട്രെയിലർ കണ്ടു കാണല്ലോ, എന്ത് മലയാളം പറയുന്നത്. പക്ഷേ ഇത് ഭയങ്കര രസമാണ്. മലയാളം അറിയാത്ത ആളുകൾ പറയുന്നത് കേൾക്കാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം ഐ ആം എക്സൈറ്റഡ്, ക്യൂരിയസ് അബൌട്ട് ദാറ്റ്.
അതുകൊണ്ട് ഈ സിനിമ പിന്നീട് അങ്ങോട്ട് ഫുള്ള് ഞാൻ മലങ്കളുടെ ആയിട്ട് കണ്ടിട്ടുള്ളത്. ആരുടെ എന്തൊക്കെയാണ് പറയുന്നത്, നിങ്ങൾ എന്തിനാ വന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവരെ കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ കക്ഷിയും പിന്നെ കുറച്ച് കഴിയുമ്പോൾ മലയാളത്തിൽ ഓരോന്ന് പഠിച്ചിട്ട് എന്തൊക്കെയാണ് പറയുന്നുണ്ട്, മണ്ണുണ്ണി. അങ്ങനെ പോകുന്ന ഒരു സിനിമ പിന്നെ കൊതുകിനെ അടിക്കുന്നൊക്കെ പഠിപ്പിക്കുന്നു. പിന്നെ റേഞ്ചില്ല പറഞ്ഞ് ഇദ്ദേഹത്തെ പിന്നെ തെങ്ങിൻ്റെ മണ്ടയിൽ കയറ്റി വിടുന്നു. ആരെ? സിദ്ധാർത്ഥ് മൽഹോത്രനെ. പിന്നെ പറഞ്ഞില്ലേ ഈ തെങ്ങ് കേരളം, അപ്പോൾ ജാൻവിയൊക്കെ തെങ്ങിൻ്റെ മണ്ടയിൽ വലിഞ്ഞ് കയറുന്നുണ്ട്. അതായത് ഇവിടെ കേരളത്തിലെ സ്ത്രീകളൊക്കെ ഫുൾ ടൈം തെങ്ങിൻ്റെ മുകളിലാണ് എന്നൊക്കെ ധരിച്ചിട്ട് എഴുതി വെച്ചിരിക്കുന്ന സ്ക്രിപ്റ്റാ. ചുമ്മാ തെങ്ങിൻ്റെ മണ്ടയിൽ കയറിപ്പോൾ എല്ലാ ആൾക്കാരും. പിന്നെ എന്താ റേഞ്ചില്ലാത്ത സ്ഥലമാണോ കേരളം? ഇങ്ങനെയൊക്കെ എഴുതി പിടിപ്പിച്ച് വെച്ചേക്കുന്നു. പിന്നെ ഇത് കൂടാതെ ഒരു സീനാണ് ഈ മണ്ണുണ്ണി ഓടാൻ പോകും, ഒരു വള്ളി നിക്കറൊക്കെ ഇട്ട് ഓടാൻ പോകും. ആലപ്പുഴ മറ്റേ കനാലിൻ്റെ സൈഡിൽ കൂടെ ഓടാൻ പോകും. അപ്പോൾ ഓടാൻ പോകുന്ന സമയത്ത് ഒരു മലയാളി നേഴ്സ് വന്നിട്ട് ഇങ്ങനെ അറിയാതെ രണ്ടുപേരും അങ്ങ് മുട്ടിപ്പോവും. മുട്ടിക്കഴിഞ്ഞപ്പോഴേ മൂട് ആർക്ക് മൂട്? നേഴ്സിന് മൂട്. അതായത് ഏതോ ഒരു ഇന്ത്യക്കാരെ ട്രൗസർ ഇട്ട് ഓടാൻ പോകുന്ന സമയത്ത് മുട്ടിപ്പോയപ്പോഴും മൂട്. പിന്നെ മൂടായിട്ട് അങ്ങ് കയറി അങ്ങ് ഇയാളെ മുകളിലേക്ക് കയറി പിടിക്കുമോ ഇയാളെ ലിറ്ററലി. നേഴ്സ് എന്താ നേഴ്സിന് എന്താണ്? ഇവിടെയുള്ള നേഴ്സുമാരൊക്കെ ഇങ്ങനെയാണോ? അല്ലെങ്കിൽ ഇവിടെയുള്ള സ്ത്രീകൾ ഇങ്ങനെയാണോ? ഇതാണ് ഇതിൻ്റെ കാര്യം. അതായത് ഒരു ഹിന്ദിക്കാരൻ്റെ സൂപ്രമസി. അയാളെ കണ്ടു കഴിഞ്ഞപ്പോഴും അങ്ങ് വഴങ്ങുക. എന്നിട്ട് എങ്ങനെ നേഴ്സ്, ഒരു സ്ത്രീ അങ്ങനെയൊക്കെ എഴുതി വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ വേറൊരു വേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ ആളുകൾ മുണ്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പം മുണ്ടുകൊടുക്കുന്നതുകൊണ്ട് ഇദ്ദേഹത്തെ മുണ്ടുടുപ്പിക്കുക. ആനന്ദ് മന്മഥനും ടീമും എല്ലാം കൂടെ വന്ന് സദാചാര പോലീസ് പോലെ. ഇവിടെ കേരളത്തിൽ ജെട്ടിപ്പുറത്ത് നടക്കുന്ന ആൾക്കാരുണ്ട്. ബീവറേജിന് മുമ്പിലേക്ക് പോയി നോക്ക്. അന്നേരമാണ് ഇവിടെ മുണ്ടെടുത്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ മലയാളികൾ ചേർന്നിട്ട് സദാചാര പോലീസ് കളിച്ചിട്ട് ഇവനെ മുണ്ടുടുപ്പിക്കുക. അല്ല, ഇവനിട്ടിരിക്കുന്ന അത്ര വള്ളി ട്രൗസറിന് കുറച്ച് ഇറക്കമുണ്ട്, മറ്റേ ബോക്സറല്ല, ഇറക്കമുള്ള സാധനം ഇട്ടേക്കുന്നത്. എന്നിട്ട് മുണ്ടുടുപ്പിക്കുന്നു. അയ്യയ്യോ, ജാൻവിയുടെ കഥാപാത്രം മലയാളം പോലെ എന്തോ ഒരു ഭാഷ മലയാളം പോലെ പറയുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ വേറൊരു കൊച്ച്, ആ കൊച്ചും മലയാളിയാണ്. കസിനം കണ്ട ചാച്ചി തന്നെ വിളിക്കുന്നുണ്ട് ജാൻവിയെ. ആ കൊച്ചു പറയുന്ന മലയാളം അത്രയും മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള പിന്നെ സംഭാഷണങ്ങൾ കേട്ടിരിക്കുക. അത് കഴിഞ്ഞപ്പോഴേ കാണാം അഥവാ വരുന്നു രഞ്ജി പണിക്കർ, കൈരളി, കളരിക്കാരൻ, ഭാർഗവൻ നായർ. ഇദ്ദേഹം വന്നിട്ട്, രഞ്ജി പണിക്കർ ഓൾറെഡി ഫുൾ എയർ ആണല്ലോ, എയറിലാണ് ഉണ്ടാവുക, എയർ പിടിച്ചിട്ട്. അപ്പം പുള്ളി കളരി. അപ്പോൾ ഇതൊരു ചെക്ക് ലിസ്റ്റ്. അത് മനസ്സിലായില്ലേ? ഇവരിങ്ങനെ എഴുതി വെച്ചേക്കാം, ഇന്ന സാധനങ്ങൾ വേണം, കേരളം മലയാളി ഇന്ന സാധനങ്ങൾ വേണം. അപ്പോൾ ആദ്യം കള്ള് ടിക്ക് ചെയ്തു, അടുത്തത് മുണ്ട് ടിക്ക് ചെയ്തു, തെങ്ങ് ടിക്ക് ചെയ്തു. ഇനിയിപ്പോൾ അടുത്ത് വന്നേ, ഇനി വരുന്നുണ്ട് ഇഷ്ടം പോലെ വരുന്നുണ്ട്. അടുത്ത കൈരളിയായി, രഞ്ജി പണിക്കരെ കഥാപാത്രം. പിന്നെ ഈ സിദ്ധാർത്ഥ് മൽഹോത്രയുടെ കഥാപാത്രം മലയാളം ഇങ്ങനെ പൊറോട്ട. നമുക്ക് പിന്നെ ബീഫ് പിന്നെ തൊടൂലല്ലോ, ബീഫ് പിന്നെ തൊട്ട് കളിക്കൂല. നോർത്ത് സിനിമയാണല്ലോ. ദുൽഖറിനോട് തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഫേവറേറ്റ് ഫുഡ് എന്താണ്? അപ്പോൾ പറയും പത്തിരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് റൈസ് ചപ്പാത്തി എന്ന് പറയുന്നത്. കൂടെ കഴിക്കുന്നത് എന്താ? പ്രാൺസ്, മട്ടൻ, ചിക്കൻ. ബീഫ് പറഞ്ഞില്ലേ പുള്ളി, കാരണം പുള്ളിക്കറിയാം അത് പറഞ്ഞു കഴിഞ്ഞാൽ പണിയാണ്. പുള്ളി പാൻ ഇന്ത്യൻ സ്റ്റാറാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞതാണ് അത് സിനിമയ്ക്കകത്തുള്ള പല സ്ട്രാറ്റജീസും സിനിമക്കാരുടെ സ്ട്രാറ്റജീസും പൊളിറ്റിക്സ് കാണുന്നത്. അപ്പം ബീഫിനെ തൊട്ട് കളിച്ചോ പൊറോട്ട. അപ്പോൾ സിദ്ധാർത്ഥ് മൽഹോത്ര പൊറോട്ട അടിക്കുക, പൊറോട്ട. അപ്പോൾ അദ്ദേഹം ഒരു പാട്ട് പാടുന്നുണ്ട്, പൊറോട്ട അടിച്ചോണ്ടോ ശ്രദ്ധയിലെ ലാലേട്ടൻ്റെ പാട്ട്. ഇതൊരു ഫുള്ള് ലാലേട്ടൻ റെഫറൻസ് ആണ്. ട്രെയിലർ തന്നെ നിങ്ങൾ കണ്ടാണല്ലോ. സൗത്ത് ഇന്ത്യയെ കുറിച്ച് പറയുമ്പം മലയാളം മോഹൻലാൽ, തമിഴ്നാട് രജനി, കന്നഡ യാഷ്, തെലുങ്കു എല്ലു അർജുൻ. ഇത് പറയുന്നില്ലേ? അങ്ങനെ അത് എഴുതിയൊക്കെ അറിയാം. മലയാളം എന്ന് പറഞ്ഞാൽ ആരാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ആ സീന് നല്ലതായിരുന്നു. ജാൻവി അത് റെൻഡർ ചെയ്ത് നന്നായിരുന്നു. അങ്ങനെ പിന്നെ ലാലേട്ടൻ്റെ കുറേ റെഫറൻസ് ഉണ്ട്. ലാലേട്ടൻ്റെ പാട്ടുകളെ കുറിച്ച് പറയുന്നുണ്ട്. ഉറുമി ഉപയോഗിച്ചുള്ള ഫൈറ്റൊക്കെ ഉണ്ട്. ഈ മണ്ണുണ്ണി പോയിട്ട് ഉറുമി വീശാൻ അറിയാത്ത മണ്ണുണ്ണി പോയിട്ട് ഉറുമി എടുത്ത് വീശിയിട്ട് ഉറുമി റിട്ടേൺ അടിക്കുമല്ലോ, ഷോൾഡറൊക്കെ മുറിഞ്ഞു കഴിഞ്ഞപ്പോഴേയും മുറികൂട്ടി. ദാറ്റ്സ് എ നോസ്റ്റാൾജിയ ഫോർ മീ. കാരണം ചെറുപ്പത്തിൽ മുറിഞ്ഞ സമയത്ത് സ്ഥിരമാക്കുന്ന സാധനം പലർക്കും അറിയാം. ഈ മുറികൂട്ടിയവൻ്റെ ചെടിയാണ് അത്, അതിൻ്റെ നീര് പിഴിഞ്ഞിട്ട് മുറിയിലാക്കും. ഇതിൽ പക്ഷേ ജാൻവി പറയുന്നത് മൂരിക്കുട്ടി എന്നൊക്കെയാണ് പറയുന്നത്.
അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇതിൻ്റെ ഇത് ആലപ്പുഴയാണെങ്കിലും കാണുന്ന ഈ നോർത്തുള്ള ആളുകൾക്ക് അറിയില്ലല്ലോ ആലപ്പുഴയും മൂന്നാറും തമ്മിൽ ഡിസ്റ്റൻസ്, ആലപ്പുഴയും ആതിരപ്പള്ളിയും തമ്മിൽ ഡിസ്റ്റൻസ് അറിയുന്നില്ല. അതുകൊണ്ട് റാൻഡംലി ഇവർക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്രെയിംസ് വേണം സീൻസ് വേണ്ടിയിട്ട്. പിന്നെ പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യുന്നത് മുറുകൂട്ടി തേക്കുന്നത് ആതിരപ്പള്ളി എന്നൊക്കെ, അത് കഴിഞ്ഞ് പെട്ടെന്ന് മൂന്നാറ്, ഇങ്ങനെ ചാടി കളിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. ആനയില്ലാതെ എന്തോന്ന് കേരളം. ആനയുടെ പേര് ഇതിലൊരു ആനേനെ കൊണ്ടുവന്നിട്ടുണ്ട്. രുക്മിണിയെ ഗജനി എന്നൊക്കെയാണ് മനുണ്ണി വിളിക്കുന്നത്. പുഞ്ചിരി തഞ്ചിക്കൊഞ്ചിക്ക അതുകൊണ്ട്. അടുത്ത ചെക്ക് ലിസ്റ്റാണ് കലാമണ്ഡലം. കേരളമാകുമ്പോൾ കലാമണ്ഡലം. പിന്നെ മോഹിനിയാട്ടം ഓൾറെഡി ഈ സ്ത്രീ കളിക്കുന്നുണ്ട്, ജാൻവിയുടെ കഥാപാത്ര സുന്ദരി. ഇതിനിടയ്ക്ക് കൂടെ വന്ന സിഖുകാരൻ ഒരു മലയാളി കുലസ്ത്രീയെ കല്യാണമൊക്കെ കഴിക്കുന്നുണ്ട്. തൻവീറാമാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ പോകുന്ന സിനിമയിൽ ഒരു കഥാപാത്രം വരുവാണ്, വേണു നായർ. എന്തൊരു മുട്ടഫ് ചോദിക്കുക. മലയാളിയായിട്ടുള്ള നായരായിട്ടുള്ള വേണു ചോദിക്കുക, എന്തൊരു മുട്ടഫ്, എന്താ ഒരു മൂഡ് ഓഫ് എന്ന് ചോദിക്കുന്നത് ആരോട്? സുന്ദരിനോട്. ചേര്. പിന്നെ വേണുവിൻ്റെ അഭ്യാസങ്ങളാണ്. വേണു ഭയങ്കര നന്മമരവും ഭയങ്കര സഹൃദയനൊക്കെ ആയിട്ടുള്ള ഒരാളാണ്. അപ്പം വേണു പിന്നെ തീരെ ഈഗോ ഇല്ല, മെയിൽ ഈഗോ തീരെ ഇല്ല. വേണുവിൻ്റെ തുടയിലാണ് ജാൻവിയുടെ കാലൊക്കെ എടുത്ത് വെക്കുന്നത്, ഇത് ചെരുപ്പിടാൻ എന്തോ കണ്ട്. അപ്പോൾ അതാണ് വേണു അവസാനം ഡയറക്ടർ ബ്രില്യൻസ് ആണെന്ന് തോന്നുന്നു. വേണുവിനെയും വാഴയും വേണുവും കൂടെ ഒരു ഫ്രെയിമിൽ ഒന്നിച്ചൊക്കെ വരുന്നുണ്ട്. ഡയറക്ടർ ബ്രില്യൻസ് മേ ബി. ഇനി സ്വാഭാവികമായിട്ടും കുറച്ചുകൂടെ കാണിക്കണമല്ലോ, അതായത് കേരളമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഓണക്കളികൾ, വള്ളംകളി, ഇങ്ങനെ ബാക്കിയുള്ള ഈ ചെക്ക് ലിസ്റ്റിലുള്ള കാര്യങ്ങൾ കാണിച്ചു പോകണം. ഓണക്കളി എന്ന് പറയുന്ന സമയത്ത് വടലം, അതെന്താ വടലം നോക്കുമ്പോൾ മറ്റേ വടത്തിനെ പറയുന്നേ വടലം, വെട്ടല എന്നും പറയാത്ത ഭാഗ്യം. പിന്നെ നാരങ്ങ സ്പൂണ് കളി. പിന്നെ ഞാൻ പറഞ്ഞ വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ശങ്കരൻ ട്രോഫി. അതിന് വേണ്ടിയിട്ട് ലാസ്റ്റ് ഈ മൽഹോത്ര വന്നിട്ട് മറ്റേ തുഴയിൽ നിൽക്കുന്നുണ്ട്, ദിത്തിത്താരാദിത്തി, അതല്ല വേറെ ഏതോ പാട്ടൊക്കെ പാടും. എന്നിട്ട് അങ്ങനെ ഒണ്ണം ഉത്സവേ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛനായിട്ട്, മൽഹോത്രയുടെ അച്ഛനായിട്ട്, പറത്തിൻ്റെ അച്ഛനായിട്ട് സഞ്ജയ് കപൂറൊക്കെ വരുന്നുണ്ട്. പുള്ളി വന്നിട്ട് എന്തൊക്കെയോ വെപ്രാളം കാണിക്കുന്നു. അങ്ങനെ അവസാനം ടിപ്പിക്കൽ സിനിമയുള്ള പോലെ എന്താ ഒരു കല്യാണ വീട്, അവിടെ ഇയാൾ പറ ഓടുന്ന്, പിന്നെ മുണ്ടൊക്കെ ഇങ്ങനെ പാറുന്ന്, സ്ലോ മോഷനിൽ ഓടുന്നു, കുറേ ആൾക്കാരെ പുറകെ ഓടുന്നു, മന്മഥനൊക്കെ കൂട്ടെ ഓട്ടം, അങ്ങനെ എന്തൊക്കെയോ ഒരു പരിപാടി കാണിച്ച് അവസാനിപ്പിക്കുകയാണ്. ലാസ്റ്റ് ഇദ്ദേഹം ബൂട്ടാണ് ഇട്ടേക്കുന്നത്, നല്ല കോമ്പിനേഷനാണ്, ബൂട്ട്സും മുണ്ടും ഇതിട്ടിട്ട് ലാസ്റ്റ് ഇദ്ദേഹം ഒരു തെങ്ങിൻ്റെ മുകളിൽ വലിഞ്ഞ് കയറുമോ, ബൂട്ടിട്ടിട്ട് തെങ്ങിൽ കയറുമോ. ഇതൊക്കെയാണ് ഈ കരവാണം, ഈ മണ്ണുണ്ണിയുടെ അതുപോലെ തന്നെ തെക്കപ്പെട്ട സുന്ദരി ദാമോദരൻ പിള്ളയുടെയും കഥ. അതിനിടയിൽ നമ്മളെ വേണുണ്ണനെ മറക്കരുത്, വേണുണ്ണൻ സീന. ഇതാണ് ഇവരുടെ ഒരു പരിപാടി എന്ന് പറയുന്നത്. ഹിന്ദിക്കാരൊക്കെ കാര്യമായിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. കാരണം അവർക്ക്, ഞാൻ പറഞ്ഞു, അവർക്കൊരു ഫ്രഷ് ആയിട്ട് ഫീൽ ഉണ്ട്, ഒരു കൾച്ചറൽ ഇൻ്റർടെക്സ്റ്റുവാലിറ്റി ഉണ്ടല്ലോ. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കാണിക്കുന്ന സമയത്ത് ഒരു രസമാണ്. ഇതൊക്കെ നേരത്തെ കാണിച്ചതാണ്, തമിഴ്നാടിനെ ഊക്കി വിട്ടതാണ് മറ്റേ ഷാറൂഖ് ഖാൻ്റെ പടത്തിൽ, ചെന്നൈ എക്സ്പ്രസ്സിൽ. അപ്പോൾ ഇതാണ് ഞാനിത് ഇങ്ങനെ ഒരു ഓണപ്പടം എന്ന നിലയ്ക്ക് മലങ്കൾട്ടായിട്ട് രണ്ടര അടിച്ചിട്ട് കാണാൻ പറ്റിയ സാധനമാണ്. കാരണം കാരണം ഇദ്ദേഹം ഒരു ഭൂലോക കോമഡി പീസാണ് ഈ പറം എന്ന് പറയുന്ന കക്ഷി. അദ്ദേഹം കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളും പിന്നെ ജാൻവിയുടെ ഡബ്ബിങ്ങും. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും, തേക്കപ്പെട്ട സുന്ദരി എന്ന് പറഞ്ഞിട്ട് സുന്ദരിയാണ് തേച്ചത്.